പ്രവാസികൾക്കായി ഒരു ജോബ് പോർട്ടൽ സൃഷ്ടിക്കും. തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ഡിസംബറിലെ കടുത്ത തണുപ്പിലാണ് ആയിരങ്ങളെ ആവേശം കൊള്ളിച്ച ഈ ദീർഘമായ പ്രസംഗം നടത്തിയത്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. പ്രായമായവരുണ്ട്, ശാരീരികമായി അയോഗ്യത സംഭവിച്ചവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ സ്പെഷ്യൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കൂ. നീ ഒരു കോപം പറയണ്ടാ. ദൈവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാരുടെ 16 ഇവിടെ നല്ല ജോലി തേടി വന്ന് നല്ല മട്ടിൽ ജീവിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സത്യമാണോ ഈ പറയുന്നത്? എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അത്തരം ആളുകളെ നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിച്ച്. കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കുട്ടിയുടെ പഠനം നഷ്ടപ്പെടരുതെന്നർത്ഥം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പ്രവാസി വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ച ചെലവ് കുറഞ്ഞ കേരള പബ്ലിക് സ്കൂൾ എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ പൊട്ടിപ്പോ. മലയാളം പഠിപ്പിക്കുന്നതും നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ ഗൾഫ് നാടുകളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 100 അടിയോളമായിരുന്നു അതിന് നീളം എന്ന് പറയുന്നത്. വാടക കുറഞ്ഞ താമസ പദ്ധതിയായ റെസിഡൻഷ്യൽ ടൗൺഷിപ്പ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ജലരേഖയായി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുടുംബ നഗരങ്ങൾ താങ്ങാനാവുന്ന നിരക്കിൽ താമസ സൗകര്യവും മറ്റും ഒരുക്കാനുള്ള ഒരു നീക്കമാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റെസിഡൻഷ്യൽ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റലുകളും ഉണ്ടാവും. പ്രവാസി മലയാളികൾക്ക് നല്ല ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാനാവണം. ഇതിനായി ജനകീയ ക്ലിനിക്കുകൾ സ്ഥാപിക്കലാണ്. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ?